അപ്പോഴേ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റിടം മുതലേ നല്ല മഴ കേട്ടോ. ഇന്നലെ രാത്രി മുതലുണ്ടെന്ന്, പക്ഷേ ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഉണർന്ന് നോക്കുമ്പോൾ നല്ല മഴയായിരുന്നു. അങ്ങനെ ചായയൊക്കെ ഒഴിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും അമ്മ കഞ്ഞിക്ക് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മുറ്റം തൂപ്പൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, ലക്ഷണം കണ്ടിട്ട്. കുറച്ച് കഴിഞ്ഞ് തോരുവാണെങ്കിൽ തൂക്കാം. അപ്പോൾ ഇന്നെങ്കിലും നേരത്തും കാലത്തൊക്കെ ജോലി തീർക്കണമെങ്കിൽ ഞാൻ രാവിലെ അങ്ങ് ഉണ്ടാക്കാൻ തുടങ്ങി ഓരോന്നും. രാവിലെ ഇടിയപ്പം മുട്ടക്കറിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. ഇന്ന് കുട്ടികൾക്ക് സ്കൂളുണ്ടെന്നും പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇന്നലെയാണ് അറിഞ്ഞത് കൊല്ലം ജില്ലയിൽ സ്ട്രൈക്കാണ്. അപ്പോൾ ഇന്നലെ തുറക്കത്തേ ഉള്ളായിരുന്നു 4-ാം തീയതി, പക്ഷേ അത് മാറ്റി 5-ാം തീയതിത്തേക്ക് ആക്കി. അപ്പോൾ ഇനിയിപ്പോൾ നാളെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ പിള്ളേർ സ്കൂളിൽ ഇപ്പോൾ ദിവസം രാവിലെ എഴുതാം കേട്ടോ. സ്കൂളില്ലാത്ത ദിവസം ഇതുപോലെ ലേറ്റാവും. അങ്ങനെ ഇടിയപ്പം മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയാണ്ട് ആഷ്മിക്ക് വിശക്കുമെന്ന് പറഞ്ഞ് ആഷ്മി ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. ആഷ്മിയാണ് ഇവിടെ ഞാൻ എന്തുണ്ടാക്കിയാലും ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ആഷ്മിയോട് ഞാൻ എങ്ങനെയുണ്ട്, രുചിയുണ്ടെന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ സൂപ്പറാന്നൊക്കെ പറഞ്ഞ് പോയി. ആകെ 2 മുട്ടകളായിരുന്നു കേട്ടോ. ഞാൻ അറിഞ്ഞില്ല ഇവിടെ മുട്ടയില്ലെന്ന്. അപ്പം ഞങ്ങൾ 2 മുട്ടയുണ്ട്, 4 പേരുണ്ട്. ഞങ്ങൾ പിന്നെ പകുതിച്ച് എടുത്ത്. ഇപ്പം മുട്ട പുഴുങ്ങുന്ന സമയം എല്ലാവർക്കും ഓരോന്ന് വേണം കേട്ടോ, ഇല്ലെങ്കിൽ ഇവിടെ അടിയാണ്. എന്തായാലും ഇന്നുള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോഴത്തേക്കിനും ആഷ്മി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു. ലച്ച് കണ്ട പടമൊക്കെ ഇപ്പോൾ എപ്പോഴും ഇതേ ഉള്ളൂ കേട്ടോ. ഇത് വാങ്ങിച്ചതിന് ശേഷം എപ്പോഴും ഇവിടെ പെയിൻറ്റിങ്ങും അതും ഇതുമൊക്കെ ഉള്ളു 2 പേരും. അപ്പം എന്താണ്ട് നമ്മുടെ മഴയത്ത് തന്നെ നമ്മുടെ കൊച്ചുങ്ങളെ ഞാൻ രാവിലെ ഒന്ന് അയച്ചു വിട്ടേ കേട്ടോ. പക്ഷേ മഴ നനയുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവരെ അങ്ങ് കൂട്ടിക്കയറ്റിയായിരുന്നു. അവരിങ്ങനെ കൂട് ഞാൻ വൃത്തിയാക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഏകദേശം 10-10:30 ആയി, എന്നിട്ടും മഴ തോന്നിട്ടില്ല. ഇനിയും മഴ തോന്നിട്ട് വേണം ഇവരെ ഒന്ന് വൃത്തിയാക്കാനായിട്ട്.